സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് പറഞ്ഞു പേര് പറയാൻ അറിയത്തില്ലേ? ഇതാണ് പേര് പോലും അറിയത്തില്ല, വിളിച്ചുകൊണ്ട് വരുന്നത്. സ്ഥിരമായിട്ട് ഈ മാധ്യമപ്രവർത്തകരുടെ ഇന്റർവ്യൂവിനൊക്കെ കൊണ്ട് വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ശരി പേരറിയത്തില്ല. ഇതാ കൊച്ചാണ്ട് അവിടെ നിന്ന് ബോർഡിൽ എഴുതി കാണിക്കുന്നു സൂരജ് പാലാക്കാരൻ്റെ. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവരൊരു അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയൊന്നുമില്ലെന്നേ. സോഷ്യൽ മീഡിയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം സൂരജ് പാലക്കാരനാണ് ഷോ ദ സ്പിരിറ്റിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. നന്ദി. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു കാതറെ, അങ്ങനെ പോകുന്നു. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് എന്നാ ഉണ്ട് സൂരജ് ഏട്ടാ? എന്നാ ഉണ്ട്, നല്ല വിശേഷമൊക്കെ, അങ്ങനെയൊക്കെ പോകുന്നു. അല്ല, ഞങ്ങളുടെ കോട്ടയം പാല ഭാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ സംസ്കാരമാണ്. ഏത് നാടിനും ഒരു ഭാഷയ്ക്കൊരു സംസ്കാരമുണ്ട്, ഒരു തനത് ഭാഷയുണ്ട്. പാലയുടെ ഭാഷയും കോട്ടയത്തിൻ്റെ ഭാഷയൊക്കെ അങ്ങനെയാ, ഇങ്ങനെയൊക്കെ പറയും. ഞങ്ങളെ കാസർഗോട്ടുകാർക്ക് ഭാഷയുണ്ട്. പക്ഷെ അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂല. ചേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെ പോകുന്നു ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ? ഞാൻ തോന്നുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടും കാണുന്നില്ല. എന്താ വെച്ചാൽ എന്താ പറയുക, അങ്ങ് തോന്നുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് കറക്റ്റ് നമ്മൾ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. രാത്രി കിടന്നതിന് ശേഷം എണീക്കുന്ന സമയത്ത് രാത്രി തന്നെ എണീക്കാറുണ്ടോ? രാത്രി ചിലപ്പോൾ ഉറങ്ങാറുണ്ട്, ചിലപ്പോൾ വണ്ടിയിലൊക്കെ കിടന്നുറങ്ങും. ഇല്ലേ നമ്മൾ പോണ വഴിക്ക് റൂം കിട്ടിയില്ല, റൂമിൽ കിടക്കും. എണീറ്റപ്പോ എന്ത് തോന്നിയത് ചെയ്യും? അങ്ങനെയൊക്കെയാ. ആ സൂരജ് പാലക്കാരനെയാണ് നമുക്ക് ഇഷ്ടമുള്ളത്. കാരണം ആ സൂരജ് പാലക്കാരന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നെഞ്ചിലേറ്റി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളിലോട്ട് നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ അടുത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ഏതാണ്? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും അങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയവും മതവും കണ്ടന്റ് നമ്മൾ എന്തോ ഒരു താല്പര്യമില്ലാത്ത വിഷയം ഒഴിവാക്കി വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെ ഒരു വലിയ താല്പര്യം തോന്നുന്നില്ല. രാഷ്ട്രീയം പറയാൻ താല്പര്യം അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വീകരണം ലഭിക്കാറുണ്ട്. രാഷ്ട്രീയം പറയാത്തത് കൊണ്ട് ജനങ്ങളുടെ ഇടയിലൊരു ഇഷ്ടമുണ്ട്. എല്ലാ രാഷ്ട്രീയ ഉള്ളവർക്ക് ഉള്ളിലൊരു മനുഷ്യനുണ്ടല്ലോ. പല രാഷ്ട്രീയക്കാരുണ്ട്, അവർക്കുള്ളിൽ ചില രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും ആ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ അവർക്ക് തുറന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. എങ്കിലും ശരി പറയുന്ന ഒരാളോട് ഒരു ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടം എന്നോട് ജനങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മൾ അറിയപ്പെടാൻ വേണ്ടിയോ അങ്ങനെയുള്ള ചിലർ ചോദിക്കാറുണ്ട് ഇത്രയും വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് ലൈക്കിനും ഷെയറിനും വേണ്ടിയാണോ എന്ന്. പക്ഷേ ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോഴാണ് കൂടെയുള്ള നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഒരു യൂട്യൂബൊക്കെ എല്ലാ വീഡിയോ ഒക്കെ ആക്റ്റീവ് ഒന്നുമില്ല. 2000 ലൈക്കൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഇവിടെ മറ്റേ ഈ സ്വർണത്തിൻ്റെ ഇതൊക്കെ കിട്ടൂല, എന്തായാലും ഗോൾഡ് അതൊക്കെ കിട്ടണേ എന്തായാലും കടമ്പ് കിടക്കണം. അല്ല, എനിക്കിപ്പോൾ ഒരു വാശി കേട്ടോ, ഒരെണ്ണം നമുക്ക് റെഡിയാക്കാം. രസമല്ലേ, അടിപൊളി. സൂരജ് പാലക്കാരൻ ഇനി സാമൂഹ്യ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പുതിയ മാധ്യമത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അതെന്തായാലും ഒന്ന് പരിചയപ്പെടുത്തുക. എന്താണ് ട്രൂ ടിവിയുടെ ലക്ഷ്യം? ട്രൂ ടിവിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ്. അത് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ എവിടെയും രക്തത്തിൻ്റെ കളറ് ചുവപ്പായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലെല്ലാം നമ്മൾ പോകും. എല്ലാം അതിന് കേരളമൊന്നുമില്ല, കർണാടക എന്നില്ല, തമിഴ്നാടൊന്നുമില്ല, ഭാഷയില്ല, വേഷമില്ല, സംസ്കാരമില്ല. എന്നെക്കൊണ്ട് എത്തപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുക, അവിടെ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുക. ഇപ്പോഴും നമുക്ക് സത്കർമ്മ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, കഥന അറിയാമെന്ന് തോന്നുന്നു. കൂടുതലും ട്രൈബ്സിൽ, ആദിവാസി മേഖലയിൽ അവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ 1.5 ലക്ഷം പേർക്ക് നമ്മൾ സാധനങ്ങളായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ സാനിറ്ററി നീഡ്സായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം കൂടുതലും ആ സാധനങ്ങളൊക്കെ ആളുകൾ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ തന്നിട്ട് അവിടെ നിന്നാണ് കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഈ സാധനങ്ങൾ ആളുകളോട് ഈ ഫേസ്ബുക്കിലിരുന്ന് തെണ്ടാൻ വീണ്ടും ഒരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. അതിനൊരു സുഖമുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ അതൊരു നമ്മുടെ ഒരു ലൈഫ്. അത് ഞാൻ കണ്ടതാണ്, കാരണം ഞാൻ അന്ന് കോട്ടയത്ത് വന്നതല്ലേ, കോട്ടയത്ത് കണ്ടതാണ്. അപ്പൊ അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ട്രൂ ടി വി കടന്നു വരികയാണ്. സൂരജ് പാലക്കാരന്റെ ട്രൂ ടി വി, എല്ലാവരും ആ ട്രൂ ടി വിയുടെ യൂട്യൂബ് ചാനലുണ്ട്, വെബ്സൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പ്രാദേശിക തലത്തിലുള്ള ഒരുപാട് നമുക്കൊന്നും അറിയാത്ത ഒരുപാട് വിഷയങ്ങളുടെ യാഥാർത്ഥ്യം, വസ്തുതകളുടെ യാഥാർത്ഥ്യം സൂരജ് പാലക്കാരന്റെ ട്രൂ ടി വിയിലൂടെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. എന്തായാലും ട്രൂ ടി വി എൻ്റെ പബ്ലിക് കേരള ചാനലിൻ്റെ, ഞങ്ങളുടെ പബ്ലിക് കേരള ചാനലിൻ്റെ പ്രേക്ഷകർ ആ ട്രൂ ടി വിയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാനൊന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പുറം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജോസ് ടോമിന് വേണ്ടിയിട്ട് പടക്കം വാങ്ങി വെച്ച് അവസാനം മറിച്ചു വെച്ച സൂരജ് പാലക്കാരനെ ഒരിക്കലും പാലക്കാരൊന്നും ഒരിക്കലും അങ്ങനെ പറയൂല. കാരണം എല്ലാ രാഷ്ട്രീയത്തിലും സൗഹൃദമുണ്ട്. MP പ്രിയപ്പെട്ട ജോസ് കെ മാണി ആയാലും അതുപോലെ തന്നെ മാനസി കാപ്പനായാലും എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് രണ്ടുപേരും വന്നതാണ്. അപ്പോൾ ഒരിക്കലും അവിടെയുള്ളവരാരും പറയില്ല എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നൊന്നും. എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം അങ്ങനെ കാണാൻ എന്നെ കൊണ്ട്. പാലയിലെ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാലയിൽ തിരഞ്ഞെടുപ്പ് മാണി ജയിച്ചു, മാനസി കാപ്പൻ ജയിച്ചു. എന്തെങ്കിലും പ്രചരണത്തിനോ മറ്റോ? ആര്? ഞാനോ? ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. വോട്ട് ചെയ്യാൻ നാട്ടിൽ വോട്ടുണ്ടായിരുന്നു. കാരണം ഇലക്ഷൻ നമ്മൾ വോട്ട് ചെയ്യണമല്ലോ, അതൊരു ഭാഗമാണല്ലേ, നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്തു. പക്ഷേ വോട്ടെണ്ണാൻ ഉള്ളതൊന്നും വീട്ടിലുണ്ടായില്ല. വൈഫുണ്ട്. വൈഫ് അവളുടെ ഡ്യൂട്ടി ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അവിടെ എണ്ണി എഴുതി ഞാൻ TV യിലും മൊബൈലിലൊക്കെ ഇപ്പോൾ കാണുന്നു ജയിച്ചു എന്ന് പറഞ്ഞു. സന്തോഷം. ആര് ജയിച്ചാലും നമുക്ക് നാടിനൊരു നന്മയുണ്ടാവണം, അതേ ഉള്ളൂ. എന്നാണ് വിശേഷം? സുഖമാണോ? സുഖമാണ്. മുടി നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് ഇങ്ങനെ. ഇതെങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്? പരിപാടി എങ്ങനെ? ഇത് ഇങ്ങനെ കുറെ കാലങ്ങളായി ഇത് ഇങ്ങനെ. എൻ്റെ പരിപാടി അറിയാണ്ട് ചോദിച്ചാൽ അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്? ജനിച്ചപ്പോ തന്നെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കേളായിട്ടുള്ള മുടിയാണ്. അപ്പോൾ അതിനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അയൺ ചെയ്ത് കഴിഞ്ഞാൽ കേളും അയൺ. പക്ഷെ ഹിമാലയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. അഘോരികൾക്കില്ലേ? അഘോരീസ് പിന്നെ പറ. ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ട്. ഹിമാലയത്തിൽ പോയി കഥ പറയാം കേട്ടോ. ഹിമാലയത്തിൽ പോയി കഥ പറയാം. ഒരു ദിവസം ഞാൻ വൈഫിനെ കൊണ്ടുപോയി ഓഫീസിൽ വിടുകയാണ്. വണ്ടിയിൽ കൊണ്ടുപോയി ഓഫീസിൽ വിട്ടു. തിരിച്ചു വന്നപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഹിമാലയത്തിൻ്റെ വീഡിയോ ഉണ്ട്. സത്യമായിട്ട് കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെയുള്ള നമ്മുടെ തോമാച്ചേട്ടനെ അവിടെ നമ്മുടെ സുഹൃത്തുണ്ട്, പുള്ളിയെ വിളിച്ച് ചോദിച്ചു, ഇന്ന് ടിക്കറ്റ് എത്രയാണ്? എന്നാലും ട്രെയിനിന് പോക്ക് അത്രയും ദൂരം നടക്കില്ല. ടിക്കറ്റിനാകുമ്പോൾ അന്ന് ചാർജ് കുറവാണ്. നേരെ ഡൽഹിക്ക് വെച്ച് ചോദിച്ചു. സിന്ധു 3 മണിയായപ്പോൾ സിന്ധുമായി എൻ്റെ ഭാര്യയുടെ കാര്യം പറയും. ഭാര്യ വിളിച്ച് ചോദിച്ചപ്പം 3 മണിയായപ്പോൾ ഞാൻ ഡൽഹിയിലുണ്ട്. 12 ദിവസം കഴിഞ്ഞ് 6 ദിവസം അഘോരീസിൻ്റെ കൂടെ താമസിച്ച വ്യക്തിയാണ് ഞാൻ. മഹാനാണ്. അവർക്ക് ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു കൊടുത്ത്. അപ്പോൾ അന്ന് നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരക്കാരൻ ഒരു രാഘവൻ ചേട്ടനുണ്ട് അവിടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ താമസം ഹിമാലയത്തിൽ. പുള്ളി അവസാന നിമിഷമാണ് ഞാൻ അറിഞ്ഞത്. അയാൾ മലയാളിയാണെന്ന് അവസാനത്തെ ദിവസമാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഈ അഘോരികളുടെ ജീവിതശൈലിയൊക്കെ അഘോരികൾ തന്നെ എൻ്റെ അറിവിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഈ പറയുന്ന മാംസം മീൻസ് മൃതദേഹം കഴിക്കുന്ന അഘോരീസ് ഉണ്ട്, ഫുൾ നേക്കഡായിട്ട് തപസ് ചെയ്യുന്നവരുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഇച്ചിരി സ്റ്റാൻഡേർഡ് അഘോരീസ് ഉണ്ട്, ഫുൾ ടൈം. അങ്ങോട്ടൊക്കെ ചെന്ന് ഗഞ്ച അങ്ങനെയുള്ള സാധനങ്ങൾ സുലഭമായിട്ട്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണാം ചാക്കിനകത്ത് കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു നനഞ്ഞിങ്ങനെ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ശൈലാണ്. അപ്പം അത് കാണാൻ യാത്രകളാണ് നമ്മളെപ്പോഴും എന്താ പറയുക അറിവ് ഉണ്ടാക്കി തരും. നമുക്കൊരു ഭയം തോന്നും അവരെ കാണുമ്പോൾ. എന്തോ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ എല്ലാവരും ഇടിച്ചു കയറി വർത്താനം പറഞ്ഞ് അങ്ങ് മെഴുകി അങ്ങ് അളിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളു. പേടിയല്ല, അതെന്തോ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പേടി മറന്നു പോകണമെന്ന്. അല്ല, ഞാൻ ഇതിനിടയ്ക്കൊരു ഫീച്ചർ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാംസം കഴിക്കുന്നു, അത് മൃതദേഹങ്ങളുടെ മാംസം. അതെ, മൃതദേഹങ്ങള് ഈ ശവപ്പറമ്പുകളിൽ നിന്ന് അതാണ് അവർ ഭസ്മമായി ഉപയോഗിക്കുന്നത്. അങ്ങനെ പല കണ്ടന്റ് ഉണ്ട്. കാരണം നമുക്കിപ്പോഴും അഘോരീസിൻ്റെ ജീവിതമൊന്നും എല്ലാം ഒന്നും അറിയില്ല. ഇതിനകത്ത് നമ്മൾ വാർത്തകളിൽ വായിച്ചു. ഇപ്പോൾ ഇന്നൊരു ന്യൂസ് കണ്ടിരുന്നു. അവർ എന്താ പറയുക, മൃതദേഹത്തിൻ്റെ കൂടെ അടുത്തിരുന്ന് സെക്സിൽ ഏർപ്പെടുകയാണ് ഇവർക്ക് ശക്തി കൂടൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനിതൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊരു വിശ്വാസം, എന്താ പറയുക, ഇവർ ദൈവമാണെന്ന് പറഞ്ഞുള്ളൊരു വിശ്വാസം. ഇത് നമ്മളിത് വെറുതെ കാണാൻ പോയതാണ് കേട്ടോ. അല്ലാതെ അഘോരീസിനെ പ്രാർത്ഥിക്കാനോ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മളൊന്ന് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾ വെറും യാത്രികൻ മാത്രമാണ്. കാരണം മരിക്കാൻ കിടക്കുമ്പോഴേ നമ്മൾ ചാവാൻ കിടക്കും ഇങ്ങനെ വലിക്കുമ്പം നമുക്ക് ജീവിതത്തെക്കുറിച്ച് സന്തോഷമൊക്കെ തോന്നണ്ടേ? തീർച്ചയായും, അത്രേ ഉള്ളൂ. ഈ ഇപ്പം നമ്മൾ ഹിമാലയത്തെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിക്കാം, ഈ ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ പോകുമ്പോൾ വൈഫ് എന്ത് ചെയ്യാണ്? വൈഫ് ഇപ്പോൾ കാണാൻ ഉപേക്ഷിക്കും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും അതൊരു സാധുവാണ്. ഒരു മോളാണ് എനിക്ക്. മോള് വേദ എന്നാണ് പേര്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. വൈഫ് പാലായിൽ താലൂക്ക് ഓഫീസിൽ റവന്യൂ റിക്കവറിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നമെന്ന് പറയാം, നേരെയാവൂലെന്നറിയാം. എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് തന്നെ വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും അവിടെ തന്നെയാണ്. ഭാര്യയുടെ കൂടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ കൂടുന്ന വെറും സാധാരണക്കാരൻ, ഒരു പാലക്കാരൻ മാത്രമാണ് എപ്പോഴും ഉണ്ടെങ്കിൽ അവിടെയുണ്ട്. ഇത് ഇടണം കേട്ടോ, ഇന്ന് തന്നെ അവളെ കേൾപ്പിക്കണം. അതിൻ്റെ വാട്സപ്പിലും എനിക്ക് അയച്ചു തരണം. ആ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്ത് കേട്ടോ. എന്താണ് സംഭവം എന്നറിയോ?
ഇപ്പോ പുള്ളിക്കാരൻ വരുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുകിനും വെറുതെ അതേ സമാധാനം തരത്തില്ല. കടുകിനും വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയച്ചിരുന്നു. അത് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയെ എന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പൊക്കി അടിക്കുകയാണ്, വീട്ടിൽ പോയപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരുപാട് തവണ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഞങ്ങളെ ഫാൻസാറാണ്, ഞങ്ങളിങ്ങനെ തപ്പി നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട് ഭീഷണിയുടെ ചില സ്വരങ്ങൾ. അതൊക്കെ ചുമ്മാ ചീള് കേസാന്നേ. നമുക്ക് അങ്ങനെ ഈ പാലയിലാരെങ്കിലും വന്നിട്ടുണ്ടോ? പാലയിലൊന്നും അങ്ങനെയൊന്നും വരിക. പാല എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ എപ്പോൾ പോയാലും ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ നായർ എന്നാണ്. ഈ നായരിടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും സുകുമാരൻ എന്നുള്ള പേരും ചേർക്കാത്തതുള്ള കാരണം അച്ഛൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ കള്ളത്തരം ചെയ്യാൻ എളുപ്പമാണ്. അച്ഛനെ നാണക്കേടുള്ളൂ അല്ലേ? അപ്പനെ നാണക്കേട്. അത് സൂരജ് സുകുമാർ, മറ്റേ പുള്ളിയുടെ മോന ഉഡായിപ്പ എന്ന് പറയും. അതുകൊണ്ട് വേണം വീണ്ടും ചെയ്യാം. പക്ഷേ ഒരു നാടിൻ്റെ പേരിട്ട് ഞാനത് ചെയ്യുമ്പോൾ സൂരജ് പാലക്കാരൻ എന്ന് പറഞ്ഞ പേരിട്ട് ഞാൻ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാടിനാണ് നാണക്കേട് അല്ലേ? അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഗുഡ് ഗുഡ് ഗുഡ്. പാലക്കാർക്ക് അഭിമാനിക്കാം, സൂരജ് പാലക്കാരനെ നിങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ കാസർഗോട്ടുകാരും കൊതിച്ചു പോകുന്നുണ്ട് ഇങ്ങനെയൊരു പാലക്കാരനെ കാസർഗോഡിൽ ലഭിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു വിഷയം, ഇപ്പോൾ സൂരജ് പാലക്കാരനെ കാസർഗോഡുള്ള അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരാൾ വിളിച്ചു പറയുകയാണ്, ഇന്ന രീതിയിൽ ഒരു വിഷയമുണ്ട്, അപ്പോൾ അതിന് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക? നമുക്ക് ഓൾറെഡി നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഫീൽ ഉണ്ടല്ലോ, ആ ഫീലാണ് ഫസ്റ്റ്. ഒരു വിഷയമാണോ, അത് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണോ, പിന്നെ ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഫസ്റ്റ് നമ്മൾ വെറുതെ അവിടെ പോയി എല്ലാം വെറുതെ അവിടെ പോയി ഞങ്ങൾ പാലക്കാർ പറയും തെണ്ടിക്കുമ്പാസ് എന്ന് പറയും. ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യം തെണ്ടിക്കുമ്പാസ് എന്ന് പറയും. ഞാനവിടെ പോയി വെറുതെ തെണ്ടിക്കുമ്പാസ് കാണിച്ചിട്ട് കാര്യമുണ്ടോ? പോയാൽ അതിന് എന്തെങ്കിലും ഗുണമുണ്ടാകണം. അപ്പം നമ്മൾ ഇറങ്ങിയ വിഷയങ്ങളിൽ ഏകദേശം കുറേ വിഷയങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 60% കാര്യങ്ങൾക്ക് ഒരു 90% പരിഹാരം ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ യാദൃശ്ചികമായിട്ട് ചക്കചാഴി മുയൽ ചത്തെന്ന് പറഞ്ഞ പോലെ ശിക്കാരി ശംഭു ഇന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു പോണതാണ്. പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകളാണ് അതിന്റെ ഒരു തീർച്ചയായിട്ടും. അല്ല ഖദറേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഇതുവരെ, നാളെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, നാളെ അങ്ങനെ തന്നെ ആവണം എന്നാണ് ആഗ്രഹം. പ്രസൻ്റ്ലി ഇതുവരെ ഒരാളുടെ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയോ ഒന്നും അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ മറ്റവർക്ക് തോന്നുവാണ് ഇവൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അല്ല. ഇത് നമുക്ക് തോന്നുന്ന ശരികളാണ്. ചിലപ്പോൾ എൻ്റെ ശരികൾ വേറൊരാൾക്ക് ശരികേടായിട്ട് തോന്നിയേക്കാം. ഞാൻ എൻ്റെ ശരികൾ മാത്രമാണ് സംസാരിക്കുന്നത്. മോഹനൻ വൈദ്യരുടെ വിഷയത്തിൽ ഇടപെടുന്നതായി കണ്ടു. അത് ഞാനേ വീണ്ടും നമ്മൾ ഈ മോഹനൻ വൈദ്യരിലേക്ക് കുറിച്ച് പറഞ്ഞ് ഈ മോഹനൻ വൈദ്യ എല്ലാം ഈ നാട്ടുവൈദ്യം നല്ലതാണ്. നാട്ടുവൈദ്യം നല്ലതൊന്നും ഞാൻ പറയത്തില്ല. വീട്ടിൽ എൻ്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ നാട്ടുവൈദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, എന്താ പറയുക, ഈ ഓരോ ചെറിയ പച്ചില മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. പക്ഷേ ഈ നാട്ടുവൈദ്യരുടെ ഒരു ലെവൽ കീപ്പ് ചെയ്യണം. അവർക്ക് ചെയ്യാവുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ മെഡിക്കൽ സയൻസ്, ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ മെഡിക്കൽ സയൻസ് 100% ശരിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകൾ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ശുദ്ധ തെണ്ടിത്തരം നടക്കുന്നുണ്ട്, ശുദ്ധ വൃത്തികേട് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ അവയവദാനം എന്ന് പറഞ്ഞ ഒരു വൃത്തികേട് നടക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസർ പേഷ്യൻറ്റിന് മുടി മുറിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഗ് മാഫിയ നടക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ കൂടെയാണ് ഇതും പറയുന്നത്, അല്ലാതെ ഞാൻ ഇവരുടെ ഭാഗത്തുനിന്ന് പറയുകയല്ല. ഒരിക്കലും നമ്മൾ ഈ ഹോസ്പിറ്റലുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എത്ര കോടികളുടെ ബിസിനസ്സാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഇന്നലെ തന്നെ കേട്ടതാണ്, MRI ചെയ്യുന്നതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MRIക്ക് റേറ്റ് കുറവാണ്. ബാക്കി തിരുവനന്തപുരത്തും ബാക്കിയുള്ളിടത്തും റേറ്റ് കൂടുതലാണ്. ഇങ്ങനെ പല ഇതായത് ലാബിൽ ഒരിടത്ത് ഒരു സംഭവം ചെയ്യുന്നതിന് ഇന്ന റേറ്റ്, ഒരിടത്ത് ഇന്ന റേറ്റ്. അപ്പോൾ ശുദ്ധ അഴിമതി അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം മോഹനൻ വൈദ്യരെ കുറിച്ചും പറയുന്നത്, മോഹനൻ വൈദ്യർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ചിലർക്ക് ഡിപ്പൻസ്, ഭാഗ്യം കൊണ്ട് ചിലർക്ക് മരുന്നിൻ്റെ കാര്യം അങ്ങനെയല്ലേ, ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ഇപ്പം ചിലർ പറയും അതെ എൻ്റെ അസുഖം തലവേദന എന്ന് പറയാം, പ്രാണിക് ഹീലിംഗ് പറയല്ലോ കേട്ടോ. അതുപോലെ അത് കയ്യിൽ ഇങ്ങനെ പിടിക്കുക, ഇത് ഫീലാണ്. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടാണ് പകുതി അസുഖം പറയും. മോഹൻ വൈദ്യർ അതാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ക്യാൻസർ ചികിത്സിക്കരുത്.
ചികിത്സിക്കരുത്. ശരിയല്ലേ? ക്യാൻസറിനൊക്കെ നാട്ടുവൈദ്യമൊക്കെ നമ്മളത് അപകടത്തിലേക്ക് പോരുന്നേ. കാരണം മലയാളികളുടെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കമൊക്കെ അതെ മാനസികമായിരിക്കില്ല. ചിലപ്പോൾ എന്താ പറയുക, കൊടിങ്ങി പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് നാട്ടുവൈദ്യം ചികിത്സിക്കുന്നുണ്ട് ഒറ്റമൂലി കൊണ്ട്. നമ്മൾ അതിനെ ഒറ്റമൂലിയൊന്നും കുറ്റം പറയാൻ പറ്റൂല. ഒരു വൈദ്യത്തെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഹോമിയോപ്പതി കുറ്റം പറയാൻ പറ്റുമോ? അലോപ്പതി കുറ്റം പറയാൻ പറ്റുമോ? ഇതിൻ്റെ മറവിൽ 1% ശരി കാണിക്കണം. 1% ശരി കാണിക്കണം, നിഷ്പക്ഷതാണ്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ഈ കമൻറ്റ് തൊഴിലാളികൾ, നമുക്ക് ഇതിനൊന്നും അതെ PR വർക്ക്സ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ലോകമാണ്. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി മതോന്മത്തരായിട്ടൊന്നും ഇരിക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞ് തീരാനുള്ള ദിവസമുള്ളൂ. യാഥാർത്ഥ്യത്തിലേക്ക് വരിക. എല്ലാത്തിനും യാഥാർത്ഥ്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ചിലപ്പോൾ ഈ മൊബൈലൊക്കെ, എൻ്റെ വൈഫിന് ഫേസ്ബുക്ക് ഇല്ല, ഞാനിപ്പോൾ മൊബൈലൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഇവർക്കൊക്കെ പുച്ഛമാണ്. അറിയുമ്പോൾ ഈ ഫേസ്ബുക്ക് ഇല്ലാത്ത ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ഒരുത്തൻ ഇതും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് പുച്ഛമാണ്. കാരണം അവസാനം യാഥാർത്ഥ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് സോഷ്യൽ മീഡിയ, ഇതിൻ്റെ ട്രെൻഡ് അങ്ങ് പോവും. അടുത്ത ട്രെൻഡ് വരും. ജയൻ മരിച്ചു, സത്യൻ മരിച്ചു, മോഹൻലാൽ വന്നു, മമ്മൂട്ടി വന്നു, പൃഥ്വിരാജ് വന്നിരിക്കുന്നു, ദുൽഖർ സൽമാൻ. ഇത് ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? നാളെ ഖാദർ കരിപ്പോടിക്ക് പകരം വേറൊരാൾ വരും, സൂരജ് ബാലാക്കറിൻ്റെ സ്ഥാനത്ത് ഒരാൾ വരും. പക്ഷേ നമ്മുടെ ഉള്ള സമയത്ത് ഒന്ന് സൈൻ ചെയ്തിട്ട് പോവാം. നല്ല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മതി നിർത്തിയേക്കാം? തലേദിവസം തോന്നും, പിറ്റേ ദിവസം രാവിലെ മുന്നേറ്റ് പോകും. ഉറങ്ങി എണീക്കുമ്പോൾ തീരാവുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു കുഴപ്പിച്ചൊരു പ്രശ്നം എൻ്റെ ഖാദർ. എനിക്ക് അങ്ങനെ എന്താണെന്നറിയാം, സത്യം ഞാൻ ചുമ്മാതെ പറയുന്നത്, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും അങ്ങനെ തോന്നാറില്ല. ഇത് ഈ കൊല്ലും ഭീഷണിപ്പെടുത്തി ചുമ്മാ പിള്ളേർ കളിയാന്ന്, അത് വരുന്നവർ വരട്ടെ, നമുക്ക് അങ്ങനെയുള്ള പേടി. അപ്പോൾ ഞാൻ വൈഫിനോടൊക്കെ പറയുമ്പോൾ, സാധാരണ ഭാര്യമാരോടൊക്കെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഭീഷണിയൊക്കെ വരുമ്പോൾ വൈഫിനൊക്കെ പേടിയുണ്ടാവും. ഇത് നമ്മൾ ചിരിക്കുന്നു. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടൊക്കെ ചെന്നു, ഇങ്ങനെ ഭീഷണിയുണ്ട് ചിരിക്കുക. അപ്പം എൻ്റെ പേടി കൂടെ അങ്ങ് പോകും. പേടിയൊന്നുമില്ല. മോളാണേലും അങ്ങനെ ഒരു സ്റ്റൈൽ അവിടെ എന്താണെന്നറിയാം. പാലായിലൊരു രീതി അങ്ങനെയാണ്. അങ്ങനെ ഒരു ഒന്നാമത് പാവങ്ങളാണ് പാലാക്കാർ. അവിടെ വന്ന ആരും ഒന്നും അങ്ങനെ പ്രശ്നത്തിനൊന്നും വരും. എല്ലാവരും ചുമ്മാ അവിടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സ്നേഹമുള്ളവരാണ്. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ഞാൻ പറയും, അപ്പോൾ എവിടെ വീട് എവിടെയാണ്? പാലയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാറി എൻ്റെ വീട്. എന്നാലും ഞാൻ പറയും എവിടെ പാല എവിടെ ചെല്ലാം. നമ്മുടെ നാട് എപ്പോഴും അതൊരു വലിയ ഫീലാണ്. എൻ്റെ അച്ഛനെയും അമ്മയും വൈഫിനെയും കുഞ്ഞിനെയും പോലെ തന്നെയാണ് എൻ്റെ നാട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു പാലാക്കാരനെന്ന് പിന്നെ പാല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികാരമാണ്. ഒരു പാലാക്കാരനും പാല എന്ന വാക്കിന് രാഷ്ട്രീയമില്ല, ഭാഷയില്ല, മതമില്ല, ഒന്നുമില്ല. പാല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്കാരമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് കാണുന്ന പാലക്കാർ എന്തായാലും ഈ ദൃശ്യത്തിന്റെ ഈ ഭാഗമെടുത്ത് ഇപ്പൊ ഒരു പുതിയൊരു ട്രെൻഡ് ഉണ്ടല്ലോ ഓരോ നാടുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ സൂരജ്, ഞാൻ എന്തായാലും പറയാം, സൂരജ് ഏട്ടന്റെ ആ ഒരു ദൃശ്യം എന്തായാലും പാലയിൽ പേജിൽ കയറി ചെല്ലും എന്നുള്ള കാര്യത്തിൽ സംശയം. നമുക്ക് തമാശയൊക്കെ ഒന്ന് അല്പസമയം മാറ്റി വെക്കാം. തമാശ മാറ്റി വെക്കണം. അപ്പം ഞാൻ തമാശ മാറ്റി വെച്ചുള്ള ഒരു ജീവിതമില്ല. 15 വർഷം മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, കലാകാരനായിരുന്നു. അപ്പോൾ തമാശ കഴിഞ്ഞുള്ള ഒരു ജീവിതമില്ല. പിന്നെ തമാശ നിർത്തിയത് എന്താണെന്ന് നിങ്ങളിപ്പോൾ എന്നെ ചോദിക്കാൻ തുടങ്ങുമായിരിക്കും. നാട്ടുകാരെ ചിരി നിർത്തുമ്പോൾ നമ്മൾ പറയുന്ന തമാശ കേട്ട് നാട്ടുകാർ ചിരിക്കാതായപ്പോൾ തമാശ നിർത്തി. അപ്പോൾ തമാശയാണ് നമ്മുടെ ലോകം. ഓരോ ട്രെൻഡിങ്ങിനകത്ത് മാറാണ്. അതെ. അതായത് ഈ ഭിക്ഷാടന മാഫിയ, ഞാനൊരു ദൃശ്യം കാണാൻ വേണ്ടി സാധിച്ചു. അതായത് ഒരു കുട്ടിയെ ഭിക്ഷക്കാർ ഇങ്ങനെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ സൂരജ് പാലക്കാരന്റെ ഇടപെടൽ നടക്കുന്നു, പോലീസ് എത്തുന്നു, ആ ദൃശ്യം വലിയ രീതിയിൽ വൈറലാകുന്നു. എന്താണ് കേരളത്തിൽ ഭിക്ഷാടന മാഫിയ ഉണ്ടോ? എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കൾ മീൻസ് ഡ്രൈവേഴ്സ്, ഒരുപാട് പേര് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം കൂടുതലും ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സാണ്. അവരിവിടെ വരുന്ന വിദേശികൾ വരുമ്പോൾ അവരെ എടുത്ത് കൊണ്ടുപോകുന്നവരാണ്. വിദേശികൾ പറയുന്നൊരു കാര്യമുണ്ട്, കേരളമൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളാം, പക്ഷേ നിങ്ങളുടെ മലയാളികൾ തെണ്ടികളാണെന്ന് പറയും. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് ഇവർ ഡ്രൈവേഴ്സാണ് എന്നോട് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. നമ്മുടെ എറണാകുളം ലുലുവിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഇടപ്പള്ളി ഭാഗത്തൂടെ പോകുമ്പോൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റിനെ കൊണ്ട് ഞാൻ ഡ്രൈവറാണ് ഓടിച്ചുകൊണ്ട് പോകുന്നു. ഇവർ വന്നിട്ട് ഡോറെ മുട്ടുക, ഓരോ സാധനങ്ങളുമായിട്ട് വരുന്നു, ഭിക്ഷയ്ക്ക് വേണ്ടി വരുന്നു. ഇവർ ടൂറിസ്റ്റുകളാണെന്ന് അറിയുമ്പം സായിപ്പന്മാരോ മദാമ്മമാരോ ഒന്നുകൂടെ മുട്ടും. മറ്റാണ് നമ്മൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പോകും. ഇവർ ഇതിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കും. ഇവരെന്തെങ്കിലും ചിലപ്പോൾ കൊടുക്കും. പക്ഷെ ഇവർ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇത് മലയാളീസ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഇവർക്ക് അറിയില്ല ഇത് തമിഴന്മാരാണോ ഏത് നോർത്ത് തന്നെ. അത് നമ്മളവർക്ക് നിസ്സാരമായിരുന്നു. പക്ഷെ നമ്മുടെ നാടിൻ്റെ പേര് പോവാണ്.
പുറത്തുനിന്നുള്ള ആളുകൾ അല്ല ഞാനിപ്പോൾ പാലക്കാരൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെ നാടെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളം എന്ന് പറയല്ലേ. ഇത് കേരളത്തിൻ്റെ പേരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടിയാണിത്. അവിടെ ഒരു വലിയ മാഫിയാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട് സോണിഷ് രാമപുരംകാരനാണേ, അവൻ നാട്ടിൽ നിന്ന് വന്നപ്പം ഞാൻ എറണാകുളത്തൊരു ചെറിയൊരു പ്രോഗ്രാമിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഊണിൻ്റെ സമയം കഴിഞ്ഞ് മസാല ദോശ കഴിക്കാൻ വേണ്ടി ഇടപ്പള്ളിയിൽ അപ്പുറത്തെ ഹോട്ടലിൽ പോയതാണ്. നേരെ അവിടെ കൊച്ചിനെ അവിടെ നിന്ന് അടിക്കുക തള്ള അടിയെന്ന് പറഞ്ഞാൽ നല്ല ഉശിരിന് നമ്മൾ അകലേന്ന് അവിടുന്ന് ക്രോസ് ചെയ്ത് വരത്തില്ല. ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴത്തേനും അടി കഴിഞ്ഞ് പോലീസുകാരൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ മൊബൈലിലെടുത്ത ദൃശ്യമാണിത്. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ഒരാളുണ്ട്, ഞാൻ മോനെ ഒന്ന് എടുത്തു തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എടുക്കുന്നത്. ഈ കൊച്ച് സംസാരിക്കത്തില്ല, അടിച്ച് ഇതിന് ശരിയാക്കിയിരിക്കുക. ഇവർ അടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഖത്ത് പാടൊക്കെ വീഴും. ഇത് വീണ് കഴിയുമ്പോഴത്തേനും ഇവർക്ക് സിമ്പതി കൂടുതൽ വർക്കൗട്ടാവും. വൈകിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നുന്നു. അത്രയ്ക്ക് സീനാണ് അവിടെ നടക്കുന്നത്. എത്ര തട്ടിപ്പാണ്. അതാണ് ഭിക്ഷാടന മാഫിയ. അവർ വലിയൊരു മാഫിയ. എനിക്ക് ആ വിഷയം നിങ്ങൾ കണ്ട വിഷ്വൽ കണ്ടോളാം. ആ വിഷ്വൽ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒത്തേറെ വിളി വന്നു. എല്ലാം ഫോണിലൂടെയുള്ള വിളിയാണ്. മലയാളികളാണ് വിളിക്കുന്നത്. മലയാളീസാണ് വിളിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്താ ഇടപെടുന്നത്, നിങ്ങളെ പരിപാടി നിർത്തി. കാരണം അവരോർത്തോണ്ടിരിക്കുന്നത് ഞാനിത് പ്ലാൻ ചെയ്ത് പോയി എടുത്തതാണെന്നുള്ളതൊക്കെയാണ്. അതെ, പക്ഷെ ഒന്നുമല്ലായിരുന്നു ഇത്. അതൊക്കെ പിന്നെ അങ്ങ് പോയി. അതുപോലെ ഒരുപാട് കേസ് പച്ചക്കറി ഈ പച്ചക്കറിയുടെ ഒരു വിഷയം കണ്ടല്ലോ, വിഷം കഴിക്കുന്ന മലയാളി എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ വിഷാംശം ശരിക്കുണ്ട്. നേരെ പോയി ഷൂട്ട് ചെയ്തു. നമ്മൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, വിഷം അടിക്കുന്നത് ഏറ്റവും കൂടുതൽ വൈറലായി നന്നായിട്ട് പോയി. കാരണം വീട്ടമ്മമാരൊക്കെ ഒരുപാട് ഷെയർ ചെയ്തു. കാരണം നമ്മൾ ഈ ഉണ്ടാക്കി കൊടുക്കുമ്പം നമ്മളൊരു വീട്ടിലൊരു കൊച്ചിനെ വലുതായി ഒരു കൊച്ചിനെ ഒരു 2 വയസ്സ് ചോറ് കൊടുക്കും അല്ലേ. വീട്ടിലൊന്നും ചോറൊക്കെ ഒരുക്കുന്നത് കുഞ്ഞിന് വിഷമാണ് കൊടുക്കുന്നത്. ഈ പച്ചക്കറി എന്ന് പറയുന്ന സാധനത്തിന് അതുപോലെ പോയിസാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം കൊടുക്കത്തില്ല. എന്നിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാദ്യം വെച്ച് പിടിപ്പിക്കുക. എൻ്റെ വീട്ടിൽ അത്യാവശ്യം വെണ്ടയ്ക്കായും അതും ഇതൊക്കെ ഉണ്ട്. വീട്ടിലുണ്ടാകുന്ന ചക്കക്കുരു, ഞങ്ങളുടെ നാട്ടിലെ ചക്കക്കുരു മാങ്ങ ഭയങ്കര ബെസ്റ്റ്. ചക്കക്കുരു മാങ്ങയുടെ ഇട്ടൊരു കറിയുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സാധാരണക്കാർ. നമ്മൾ ഈ വെജിറ്റബിൾ വാങ്ങുമ്പോൾ നമ്മൾ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയാണ്. പുറത്തുനിന്നുള്ള വെജിറ്റബിൾ വാങ്ങി ഇവിടെ കഴിക്കാം എന്നുള്ളൊരു സംസ്കാരം ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണല്ലേ അത് നിലനിന്ന് പോണേ. തീർച്ചയായും മലയാളികൾക്ക് മടിയായതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് പണിയെടുക്കുന്നു അല്ലേ. ഇവിടെ നിന്നുള്ള ആൾ പോയി ഗൾഫിൽ പോയി പണിയെടുക്കുന്നു, പട്ടിയുടെ കൂട്ട് പണിയെടുക്കുന്നു, അങ്ങനെ വേണേൽ പറയാം. ഇവിടെ നാണക്കേടാണ് ചെയ്യാറ്. അവരിവിടെ വന്ന് പണിയുന്നു. പണ്ടൊക്കെ ഹിന്ദിക്കാർ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇടിച്ചു കുത്തി ബസ്സിനാണ് പോയത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇവർ പോകുന്നത് ഫ്ലൈറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്താണ് അവർ പോകുന്നത്. ഗൾഫിന് പോയിട്ട് വരുന്ന പോലെയാണ്. കൈ നിറയെ പൈസയായിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് മലയാളികൾക്ക് പണിയില്ല. എൻ്റെ ഇൻബോക്സിലൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തർ മെസ്സേജ് ചോദിക്കുന്നത്, ചേട്ടാ ജോലി വല്ലതുമുണ്ടോ ട്രൂ ടി വിയിൽ? എന്ത് ജോലിയാണ്, ഇഷ്ടം പോലെ പണിയാണ്. ഞാനൊക്കെ എല്ലാ ജോലിയും ചെയ്തു വന്ന ഒരാളാണ്. ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. തട്ടുകടയിൽ നിന്നിട്ടുണ്ട്, തട്ടുകട പണി എടുത്തിട്ടുണ്ട്. ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അപ്പം ജോലി ചെയ്യുന്നതിന് മലയാളിക്ക് മടിയാണ്. ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? തീർച്ചയായും ശരിയാണ് അല്ലേ. അല്ല, ഈ ഇപ്പോൾ നേരത്തെ വന്ന ആ വിഷയത്തിലോട്ട് പോയി തന്നെ ഈ കുട്ടികളെ ഭിക്ഷാടന മാഫിയ ഉപയോഗിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകുന്ന പിന്നെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ കുട്ടികൾ ഇവിടെ കുട്ടികളെ മിസ്സായിരിക്കുന്ന എത്ര കേസ് വെളി വന്നിട്ടുണ്ട്. തീർച്ചയായും. അതായത് അതിന്റെ കണക്ക് തന്നെയുണ്ട്. ഓരോ 8 മിനിറ്റിൽ രാജ്യത്ത് ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നു. എങ്ങോട്ടാ കുട്ടികളൊക്കെ പോണേ? നിങ്ങൾ പറ. അറിയില്ല, എനിക്കും അറിയില്ല, പ്രേക്ഷകർക്കും അറിയത്തില്ല. അപ്പം നമ്മളിത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. അയാൾ പറഞ്ഞ തെറ്റാണ്. അങ്ങനെയാണ് പലരും സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എനിക്ക് മനസ്സിലാവുന്ന, നമുക്കെല്ലാം കുട്ടികളുള്ളവരാണ്. ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് മാത്രമാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഭിക്ഷാടനം കൊടുക്കരുത്. നിങ്ങൾക്ക് തോന്നില്ല, നമ്മുടെ വീട്ടിലൊരാൾ ഭിക്ഷ തണ്ടാൻ വേണ്ടി വന്നു, നമുക്ക് മനസ്സിൽ സംശയിച്ചുകൊണ്ട് കൊടുക്കേണ്ട. അത് ഉറപ്പുണ്ട്, എന്തെങ്കിലും കൊടുത്തേക്കാം, ഇച്ചിരി ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കാമെന്നേ. അല്ലാതെ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? പൈസയും ഈ ആഹാരം കഴിക്കാനൊക്കെ അല്ലേ. അപ്പോൾ വെറുതെ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് വെറുതെ കാശിട്ട് കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കുക. ഇത് കിട്ടുമെന്ന്. ഭിക്ഷാടകർക്ക് 1 രൂപ പോലും കൊടുക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ആഹാരം കൊടുക്കാം. നമ്മളൊക്കെ എത്ര പേർക്ക് ആഹാരം കൊടുക്കുന്നത്? നല്ല കാര്യമാണ്. കാരണം ആഹാരം കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണോ യാചിക്കുന്നത് അത് നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നു. തീർച്ചയായിട്ടും. ആഹാരം വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. ഈ ഇത്തരം കുട്ടികളുടെ അവയവങ്ങൾ മാറ്റിവെക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല. പറയുന്നു. എനിക്കതിൽ ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. അങ്ങനെ ഉണ്ടാവും. ആധികാരികമായിട്ട് പറയാൻ അറിവില്ലാത്തതുകൊണ്ട് വിശ്വസിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഇതുപോലെ ഒരു സംഘത്തെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ ചിലയിടത്ത് ഇത് പിടിക്കപ്പെടാത്തതെല്ലാം ശരിയല്ല എന്നാണ് മലയാളിയുടെ വിശ്വാസം. അതിന് തെളിവുകളുണ്ടോ? വസ്തുതകളുണ്ടോ? കാരണം നമ്മുടെ നാട്ടിൽ പലതും പിടിക്കപ്പെടുന്നില്ല. കാരണം പല കേസുകളും പിടിക്കപ്പെടുന്നില്ല. അവയവദാനം 1000-ൽ 1. അതുപോലെ വേറൊരു സംഭവമാണ്,
എന്താ പറയുക, വേറൊരു ചാരിറ്റി ഉണ്ടല്ലോ, വിഗ് നിർമ്മാണം. നീ ഭയങ്കര ചിരി വരുന്ന സാരാ. ഞാനേ നിങ്ങൾ വിഗല്ല സെറ്റ് പോകുന്നു, ഇയാൾ ഈരി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾ മുടി ദാനം ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ പോയി ദാനം ചെയ്യുന്നുണ്ട്, മുടി ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തതാണെന്ന് പറഞ്ഞ്. നിങ്ങൾ എത്ര ക്യാൻസർ പേഷ്യൻസ് വിഗ് വെച്ച് കണ്ടിട്ടുണ്ട്? നമ്മളൊന്ന് ഓർത്ത്, നമ്മൾ ഒരുപാട് ഒന്നും വേണ്ട, നമ്മൾ ക്യാൻസർ സെൻ്റർ RCC ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എത്ര പേഷ്യൻസ് വിഗ് വെച്ച് കാണാറുണ്ടോ? 1 or 2 ഒക്കെ വല്ലവരും വിരൽ എണ്ണാവുന്നൊരു കീമോ ചെയ്യുമ്പം. പക്ഷെ അത് ആ സമയത്ത് അവർക്ക് വിഗ് വെക്കാനുള്ള മാനസികാവസ്ഥയുണ്ടോ? അതും ചിന്തിക്കണം. ജീവൻ നിലനിർത്താൻ വേണ്ടി പെടാപ്പെടുന്ന സമയത്ത് വിഗ് വെക്കാൻ പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം മുടി എന്താണ് ചെയ്യുന്നത്? മുടി എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് മുടി പോകുമ്പോൾ ആ മുടി കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഉള്ള വിഗ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ആ മുടി ഇവരെന്ത് ചെയ്യും? ഇന്ത്യൻ മുടിക്ക് നല്ല ഡിമാൻഡാണ് മാർക്കറ്റിൽ, പുറത്തേക്കും നല്ല ഡിമാൻഡാണ്. വിഗിന് കൊടുക്കും, നല്ല ഡിമാൻഡാണ്. എൻ്റെ തെളിവുണ്ട്, 100% തെളിവുകളുണ്ട്. ഇതിന് പിന്നിൽ വലിയ മാഫിയ തന്നെ നടക്കുന്നത്. കാരണം നമ്മൾ ഒന്നുകൂടെ പഠിച്ചിട്ട്, കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഒരു മാഡം കൊടുത്തിരിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ അവർ ജെന്യുവനായിട്ടുള്ള ആളുകൾക്കായിരിക്കാം കൊടുത്തിരിക്കുന്നത്, പക്ഷേ അവരല്ല പറഞ്ഞ സാധാരണക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ആ വാർത്ത വലിയ ഹിറ്റായിരിക്കും. അവർ നല്ല ഒരു കാര്യമായിരിക്കും. പക്ഷെ അവരുടെ ആ നല്ല കാര്യത്തെ മുന്നിലോട്ട് കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല, വാങ്ങുന്നവര് ശ്രമിക്കുന്നില്ല. നമ്മൾ ഇത്രയും പേര് മുടി കൊടുക്കുന്നു, ആ മുടിയെല്ലാം എങ്ങോട്ട് പോകുന്നു? ഞാൻ നിസ്സാരമായിട്ടുള്ള ചോദ്യം. ഒരുപാട് പേര്, പെൺകുട്ടികളൊക്കെ, കോളേജിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ നമുക്ക് തന്നെ അറിയാം, ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുക്കുന്നു. ഈ മുടിയെല്ലാം ഇവിടെ പോകണു. അതിനുള്ള ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അത്രയും പേര് ഇവിടെ വിഗ് വെച്ച് നടക്കുന്നുണ്ടോ? വലിയ ചോദ്യമാണ്. കാരണം ഇതൊരു ട്രെൻഡായി മാറുന്ന ഒരു വിഷയമാണ്. കോളേജിനകത്ത് ഇപ്പോൾ ഒരുപാട് കോളേജുകളിൽ നടക്കുന്ന ഒരുപാട് വലിയ മുടികളുള്ള യുവതികൾ അത് ദാനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെക്കുമ്പോൾ നമ്മൾ അതിനെ വലിയ രീതിയിൽ സ്വീകരിക്കാറുണ്ട്. അവർ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇത് എത്തുന്നില്ല. ആ നേർസാക്ഷ്യമാണ് സൂരജ് പാലക്കാരൻ. ഞാൻ സംസാരിക്കുന്നത് കാതരെ കോമൺ സെൻസ് ആണ്. ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ്, ശാസ്ത്രമല്ല പറയുന്നത്, കണക്കല്ല പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തോന്നുന്ന, ഒരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് തോന്നുന്ന ഇതെങ്ങോട്ടാണ് പോകുന്നത്, അതാണ് ഖാദറെ ഞാൻ ചോദിക്കുന്നത്. അപകടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുറന്നു പറയുക തന്നെ ചെയ്യും. ദാറ്റ്സ് ഓൾ. ഗുഡ്, അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും ഈ ഭിക്ഷാടന മാഫിയയും പച്ചക്കറി മാഫിയയും ഒക്കെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ അവർ എന്നെ പിടിച്ചിട്ട് 4 കീറിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് സൂരജ് പാലക്കാരുടെ ഫ്രൈ ചെയ്യാനുള്ള സാധ്യത കൂടി. പല ഫ്രൈ. അപ്പം ഇനി മറ്റു വിശേഷങ്ങൾ ട്രൂ ടി വി നമ്മൾ ഈ അടുത്ത ദിവസം മുതൽ അപ്പ് ചെയ്യാൻ തുടങ്ങിയാണ്. ആദ്യത്തെ വീഡിയോ മേ ബി കാസർഗോഡിലെ ഒരു വീഡിയോ തന്നെ ആയിരിക്കും അത്. അപ്പോൾ എന്തായാലും കാസർഗോഡുകാർക്ക് അഭിമാനിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ് ട്രൂ ടിവിയുടെ ഉദ്ഘാടന വീഡിയോ. കാസർഗോഡ് തന്നെയായിരിക്കും. കാസർഗോഡ് ഒരു വിഷയമാണ്. കാസർഗോഡ് ഒരു വിഷയം നമ്മൾ ഇവിടുന്ന് എടുത്തൊരു വീഡിയോ ഭയങ്കരമായിട്ട് കയറിപ്പോയിരുന്നു. ക്വാറി വിഷയം അതെല്ലാം സോൾവ് ആയി അല്ലേ? സോൾവ് ആയി. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ നമ്മൾ നാഗമ്പടം പാലത്തിൻ്റെ അടിയിൽ കുറേ പേര് താമസിക്കുന്ന ഒരു വീഡിയോ ഇവിടെ വന്നിരുന്നു. ടൗണിലാണ്, കോട്ടയം ടൗണിൽ നാഗമ്പടം പാലത്തിൻ്റെ അടി. അപ്പോൾ അതെല്ലാം സോൾവ് ആയി. അതെല്ലാം ജനങ്ങൾ എല്ലാം ഇടപെട്ട കാര്യങ്ങളിൽ ഒരു 99% റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടപെട്ട കാര്യങ്ങൾക്കെല്ലാം തീരുമാനമായി. ഇനി അടുത്ത തീരുമാനമാണ് എൻ്റെ കാര്യത്തിലാണ്. ഞാനൊരു കാര്യം ചോദിച്ചു. പറഞ്ഞു. ഈ ഒരു ദൃശ്യം നിങ്ങൾ ചെയ്യുന്നു, അത് വൈറലാകുമ്പോൾ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ ഗോളടിക്കാറുണ്ടോ? അതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അല്ല നമ്മൾ മാധ്യമങ്ങളിൽ എല്ലാവരും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത് പറയുന്നത് ശരിയല്ല. സൂരജ് പാലക്കാരൻ ചെയ്യുന്ന വീഡിയോകളിൽ കയറി ഗോളടിക്കുന്ന മുൻനിര മാധ്യമങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പം 4 ദിവസമായുള്ളൂ അപ്പ് ചെയ്തിട്ട്. അപ്പം ഇപ്പം എന്ന് അവരെന്നെ വിളിച്ചിട്ടോ ഇന്ന ചാനലുകാർ വരുന്നുണ്ട് കേട്ടോ ചേട്ടാ, സൂപ്പറായിരിക്കുന്നത്. അല്ല അത് വേണമെന്നേ. അപ്പം ഞാൻ അന്ന് നമ്മൾ മുഖേന അവർ അറിഞ്ഞല്ലോ, അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടത്തില്ലോ. നമുക്ക് അതൊന്നും നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ചോദിച്ചു പോകാം. കേരളത്തിൽ ഉടനീളം
സൂരജ് പാലക്കാരന് വലിയൊരു ഫാൻസ് പവർ തന്നെ ഉണ്ട്. ഒരിക്കലും താല്പര്യമുള്ള വിഷയമല്ല. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫാൻസുകാർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഞാൻ എൻ്റെ വഴി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരാളാണ്. സുഹൃത്തുക്കളല്ല, സുഹൃത്തിനികളെയല്ല ഉമ്മ കൊടുക്കുന്നവർ, ഭാര്യയെ കണ്ട. അപ്പോൾ അതുകൊണ്ട് അത്രയും ഓപ്പണായിട്ട് ആളുകളുടെ ഇടയ്ക്ക് ഇടപെടുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ എന്നെ വഴി സൈഡിലിരിക്കുന്നത് കണ്ടേക്കാം, ഒരുപക്ഷെ മേ ബി എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ബീർ അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടേക്കാം. നമ്മൾ തുറന്ന പുസ്തകം തന്നെയാണ്, നമുക്ക് മാസ്ക് ഇല്ല. ഞാൻ എങ്ങനെയാണോ എന്നെ നിങ്ങൾ കണ്ടിരിക്കുന്നത്, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. വല്ലപ്പോഴും ഓരോ ബീർ അടിക്കുന്ന, വല്ലപ്പോഴും സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, ചിലപ്പോൾ റോഡിൽ കിടന്നുറക്കുന്ന, ചിലപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ കിടന്നുറങ്ങുന്ന വെറും പച്ച മലയാളി മാത്രമാണ് ഞാൻ. ഇങ്ങനെ ഇരിക്കും, നാളെ അങ്ങനെ ഇരിക്കും, അവസാനം നാട്ടുകാർ തല്ലിച്ചതയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു കാര്യമുണ്ട്, ഈ അഭിമുഖം കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, വീട്ടിലേക്ക് വാ, നാട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തുന്നു, ഇവിടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തീർക്കണമെന്നാണ്. ഇന്ന് രാവിലെ വിളിച്ച് ഗ്യാസ് കയറുന്നു പറഞ്ഞു വിളിച്ചു. ഗ്യാസ് കയറുന്ന പറഞ്ഞാൽ ആരോഗ്യം കുറവാണ്, നമുക്ക് എടുത്ത് വെക്കാൻ പറ്റത്തില്ല ഗ്യാസ് കുറ്റി അങ്ങോട്ട്. അപ്പം ഇത് ചെന്നിട്ട് വേണം ഇത് മാറ്റി ആ സുന പിടിപ്പിക്കലൊക്കെ അറിഞ്ഞുകൂടാ. അപ്പം എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ ട്രൂ ടി വിയെ കുറിച്ച് എന്തെങ്കിലും പ്രേക്ഷകരോട്? ട്രൂ ടി വി ഒന്നുമില്ലെന്നേ. ട്രൂ ടി വി ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ട്രൂ ടി വിയെ കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. കുറച്ച് വീഡിയോസ് അതിൻ്റെ അകത്ത് അപ്പ് ചെയ്യും. അത് എങ്ങനെ പോകണം, ട്രൂ ടി വി എങ്ങനെ പോകണം എന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇത് കാണുന്ന പ്രേക്ഷകരാണ് അത് സത്യമാണോ ജെന്യുവനാണോ എന്ന് വിലയിരുത്തേണ്ടത്. ഒരു അതിശയോക്തിയും കൊടുക്കുന്നില്ല ട്രൂ ടി വിക്ക്. അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ പാലക്കാരൻ നമ്മോടൊപ്പം ചേർന്നു, ചില വിശേഷങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചു. ആ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. എന്തായാലും പാലക്കാരൻ പബ്ലിക് കേരളയുടെ ഷോ ദ സ്പിരിറ്റിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. തീർച്ചയായിട്ടും. കാസർഗോഡ് നമ്മുടെ എന്താ പറയുക, പാലായിൽ നിന്നാണെങ്കിലും കാസർഗോഡ് ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ്. എനിക്ക് ഒരുപാട് സ്നേഹം വാരിത്തരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കടകളിൽ നിന്ന് കിട്ടുന്ന ചോറും മീൻ വറുത്തതും, അതിനുവേണ്ടി മാത്രം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, ഖാദറിനോടൊപ്പം പബ്ലിക് കേരളയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ, പ്രിയ പ്രേക്ഷകരുടെ ഒപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ ഭാഗ്യമെന്ന് തന്നെ പറയാം. ഭാഗ്യമുണ്ടായത് തന്നെ ഒരുപാട് നന്ദി, ഹൃദയത്തിൽ തൊട്ട നന്ദിയാണ്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്, മനസ്സിൽ തൊട്ട് തന്നെയാണ് ഈ നന്ദി അറിയിക്കുന്നത്. ഇന്നുണ്ടാകുന്ന സ്നേഹം നാളെ ഉണ്ടാവണം. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ മുഖത്തടിച്ച് പറയണം, നീ കാണിച്ച് ശരിയായില്ല കേട്ടോ എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും നിങ്ങൾക്കും വേണം. നന്ദി ഖാദർ, പൊളി, അടിപൊളി.